നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് റിവിഷനാണ്. അപ്പോൾ ഇവിടെ PGBP ചാപ്റ്ററാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. PGBPയിൽ ആദ്യ പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ രണ്ടാം ഭാഗമാണ് എടുക്കാനുള്ളത്. PGBP ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് എടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിപ്രിസിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് PGBP ചാപ്റ്ററിൽ. ഓക്കെ, അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിപ്രിസിയേഷൻ ഏതൊക്കെ വസ്തുക്കൾക്കാണ് ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ഈസ് ചാർജബിൾ ഓൺ ഓൾ ടാഞ്ചിബിൾ അസെറ്റ്സ് ആസ് വെൽ ആസ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്. ഓക്കെ, അപ്പോൾ ടാഞ്ചിബിൾ അസെറ്റ്സിനും ഇൻടാഞ്ചിബിൾ അസെറ്റ്സിനും ഡിപ്രിസിയേഷൻ ചാർജബിൾ ആണ്. ടാഞ്ചിബിൾ അസെറ്റ്സിൽ വരുന്നത് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ പോലുള്ള കാര്യങ്ങൾ. ഇൻടാഞ്ചിബിൾ അസെറ്റ്സിൽ നോ ഹൗസ്, പാറ്റൻസ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്ക്, ലൈസൻസസ്, ഫ്രാഞ്ചൈസസ്, ഇത്തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ അസെറ്റ്സിനും എന്താണ് ഡിപ്രിസിയേഷൻ ചാർജബിൾ ആണ്. ഓക്കെ, ടു എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻസ് ആർ. രണ്ട് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് asset should be owned and wholly or partly by the assessee. ഓക്കെ, അസറ്റിൻ്റെ ഓണർഷിപ്പ് ഒന്നുകിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ടെങ്കിലും അസസിയുടെ കൈവശം വേണം. ഓക്കെ, മറ്റൊരാളുടെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതാണ്. മറ്റൊരാളുടെ അസറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടൊരു എക്സ്പെൻസ് വരികയും ചെയ്യും. അത് ടാക്സ് കളക്ഷനെ ഗവൺമെൻറ്റിന് ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് എസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എസസിയുടെ ബിസിനസ്സിനും പ്രൊഫഷനും അത് യൂസ് ചെയ്യും വേണം. അതായത് എസസിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് ഡിപ്രിസിയേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്സ് ആണ്. ഓക്കെ, ഇൻകം ടാക്സിൻ്റെ പർപ്പസിനായിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബ്ലോക്ക് ഓഫ് അസെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എന്താണ്, ബ്ലോക്ക് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസെറ്റ്സ് falling within a class of assets comprising tangible assets and intangible assets, in respect of which the same percentage of depreciation is prescribed. ഓക്കെ, അപ്പോൾ അസറ്റിന് ഒരേ എന്താണ് ക്ലാസിഫിക്കേഷനിൽ പെടുത്താവുന്ന ഒരേ ക്ലാസ് ഓഫ് അസറ്റാണ്. ഇപ്പോൾ ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ ഇപ്പോൾ എന്താണ് മേശ, കസാലയൊക്കെ ഫർണിച്ചേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുക. ആ ഫർണിച്ചറിന് എല്ലാ ഫർണിച്ചറിനും ഒരേ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ് ആസ് പെർ ഇൻകം ടാക്സിൽ നമ്മൾ ഈടാക്കുക. ഓക്കെ, അപ്പോൾ സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷനും അതേപോലെ സെയിം ക്ലാസ് ഓഫ് അസറ്റും ആണെങ്കിൽ അതിനെല്ലാം കൂടി ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ കണ്ടിട്ട് ആ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അല്ലാണ്ട് സിംഗിളായിട്ട് ഓരോ അസറ്റിനും എന്താണ് വേറെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ 10 ഫർണിച്ചർ ഉണ്ടെങ്കിൽ 10ഉം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് 10നും കൂടി ചേർത്തിട്ടാണ് ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. അല്ലാണ്ട് ഓരോ എണ്ണത്തിന് എന്താണ് 10 എണ്ണത്തിന് ഡിഫറൻ്റ് ആയിട്ടല്ല ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ ബ്ലോക്ക് ഓഫ് അസറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ഡിപ്രിസിയേഷൻ ഇസ് ചാർജ്ഡ് ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ മാത്രമേ ഡിപ്രിസിയേഷൻ നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിനായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. ഓക്കെ, മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ അസറ്റ് വിച്ച് ഈസ് ഇൻ യൂസ് in the business for 180 days or more, the depreciation is charged at full rate. If the asset is used in the business or for less than 180 days in the previous year, the depreciation is charged at 50% of the normal depreciation rate. Okay, അപ്പോൾ ഡിപ്രിസിയേഷൻ 180, അതായത് ഒരു അസറ്റ് 180 ദിവസം മിനിമം, നമ്മുടെ പ്രീവിയസ് ഇയറിൽ 180 ദിവസം മിനിമം യൂസ് ചെയ്യണം. നമ്മൾ ബിസിനസ്സിൻ്റെ പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. 180 അതിൽ കൂടുതലോ ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ഫുൾ റേറ്റിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. 180 ദിവസത്തിനുള്ളിലാണെങ്കിൽ 180 ദിവസത്തിനുള്ളിൽ മാത്രമേ നമ്മൾ ആ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മളത് എന്താണ് 0.5% മാത്രമേ ആ ഒരു വർഷം ഡിപ്രിസിയേഷൻ കാണിക്കാൻ പാടുള്ളൂ. ആ ഒരു പ്രീവിയസ് ഇയറിൽ നമ്മൾ 0.5%, എത്രയാണോ ഡിപ്രിസിയേഷൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് കാണിക്കാൻ പാടുള്ളൂ. 180 ദിവസത്തിനുള്ളിൽ മാത്രമേ അസറ്റ് യൂസ് ചെയ്യുന്നത്, വാങ്ങി വെച്ചത് മാത്രമല്ല യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റേറ്റ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ അതേപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസിലൊക്കെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓരോന്നിനും ഡിപ്രിസിയേഷൻ റേറ്റ് അവർ എന്താണ് പ്രസിദ്ധീകരിക്കും. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓരോ ഐറ്റംസിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ് ഓഫ് അസറ്റിന് എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റേറ്റ്സ് ഓഫ് ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണ് ബിൽഡിംഗ് ആണ്. ഓക്കെ, അതിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1ൽ ബിൽഡിങ്സ് വിച്ച് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസസ് എക്സെപ്റ്റ് ഹോട്ടൽസ് ആൻഡ് ബോർഡിംഗ് ഹൗസ്. അതായത് റെസിഡൻഷ്യൽ പർപ്പസിനുള്ള ബിൽഡിങ്, പക്ഷെ അതിൽ ഹോട്ടലും ബോർഡിംഗ് ഹൗസും നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഹോട്ടലും ബോർഡിംഗ് ഹൗസും കാരണം എന്താ വെച്ചാൽ ഹോട്ടലിലും റെസിഡൻഷ്യൽ പർപ്പസിനായിട്ടാണ് ആൾക്കാർ മുറി വാടക എടുക്കുക. പക്ഷേ ആ ഹോട്ടലും ബോർഡിംഗ് ഹൗസും മാറ്റി വെക്കുക, അല്ലാത്ത റെസിഡൻഷ്യൽ പർപ്പസിനായിട്ട്. ഓക്കെ, നമ്മൾ ഗാർഹികമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ബിൽഡിങ്ങുകൾക്കും എത്രയാണ് ശതമാനം ഡിപ്രിസിയേഷൻ വരിക എന്ന് വെച്ചാൽ 5% ഡിപ്രിസിയേഷൻ വരിക. ഓക്കെ, ഇനി ബ്ലോക്ക് 2ൽ പറയുന്നത് ബിൽഡിംഗ് അതർ ദാൻ ദോസ് യൂസ്ഡ് മെയിൻലി ഫോർ റെസിഡൻഷ്യൽ പർപ്പസസ് നോട്ട് കവേർഡ് ബൈ സബ് ഐറ്റംസ്. അതായത് ബ്ലോക്ക് 1ലും എന്താണ് ബ്ലോക്ക് 3ലും വരാത്ത റെസിഡൻഷ്യൽ പർപ്പസിനായ ബിൽഡിങ്സ് ആണെങ്കിൽ അത് 40% നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, 10% നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക, 10%. ഓക്കെ, മൂന്നാമത്തെ കേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിൽഡിംഗ് ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീനറി ആൻഡ് പ്ലാന്റ് ഫോമിംഗ് പാർട്ട് ഓഫ് വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതിൽ ബ്ലോക്ക് 3 ആണ്. അതിൽ പറയുന്നത് ബിൽഡിംഗ് ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീനറി ആൻഡ് പ്ലാന്റ് ഫോമിംഗ് പാർട്ട് ഓഫ് വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അതായത് വാട്ടർ സപ്ലൈക്കും വാട്ടർ ട്രീറ്റ്മെൻറ്റിനുമായിട്ടുള്ള പ്ലാന്റും മെഷീനറിയും ഇൻസ്റ്റാൾ ചെയ്ത ബിൽഡിംഗ് ആണെങ്കിൽ, ഒരു ബിൽഡിങ്ങിൽ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് ആ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഉള്ള കാര്യത്തിനാണെങ്കിൽ 40% നമുക്കത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അതുകൂടാതെ പ്യുവർലി ടെമ്പററി ക്രിയേഷൻ സച്ച് ആസ് വുഡൻ സ്ട്രക്ചർ ആണെങ്കിൽ അതിനും നമുക്ക് എന്താണ് 40% ഡിപ്രിസിയേഷൻ വരിക. ഓക്കെ, പ്യുവർലി ടെമ്പററി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു മാറ്റാൻ പാകത്തിനുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, അത് വുഡൻ സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കതിന് 40% നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബിൽഡിങ്ങിൽ വരുന്നത്. 3 ബ്ലോക്കുകളാണുള്ളത്, 5, 10, 40. 5, 10, 40. 5 റെസിഡൻസിനാണ്. ഓക്കെ, അത് ഹോട്ടലും ബോർഡിംഗ് ഹൗസൊക്കെ പെടാത്തതിൽ. ഈ ഹോട്ടലും ബോർഡിംഗ് ഹൗസൊക്കെ മെയിൻലി എന്താണ് ഇവിടെയാണ് പെടുക, ഈ ബിൽഡിങ്ങിൽ. അത് 10% വരിക. ഓക്കെ, അത് കൂടാതെ തന്നെ എന്തെങ്കിലും ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഇതിൽ വരും. ഓക്കെ, എന്തെങ്കിലും സബ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് 2 എഴുതിയാൽ മതി. പിന്നെന്താണ് ബ്ലോക്ക് 3ൽ എന്താ വരുന്നത്, ടെമ്പററി ബിൽഡിങ്ങിനും പിന്നെന്താണ് വാട്ടർ സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന എന്താണ് ബിൽഡിങ്, അതിൽ എന്തുണ്ടാവണം, ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടാവണം. അതിനും ഇത് രണ്ടിനും എന്താണ് 40% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ആണ്. ഓക്കെ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് ഒറ്റൊരു ഡിപ്രിസിയേഷൻ റേറ്റ് ഉള്ളൂ, അത് 10%. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് 10% ഡിപ്രിസിയേഷൻ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്, 10%. ഇതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മെഷീനറി ആൻഡ് പ്ലാന്റ് ആണ്. മെഷീനറി ആൻഡ് പ്ലാന്റിന് ശരിക്കും പറയുകയാണെങ്കിൽ 15ൻ്റെ 2 ഉണ്ട്, 20ൻ്റെ 1, 30ൻ്റെ 1, 40ൻ്റെ 3. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് 4 കാറ്റഗറിയാണുള്ളത് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ 15% എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മോട്ടോർ കാർ അതർ ദാൻ യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. ഓക്കെ, വാടകയ്ക്ക് ഓടുന്ന കാറുകളാണെങ്കിൽ അതിന് 15% പ്രതിവർഷം ഡിപ്രിസിയേഷൻ വരിക. വാടകയ്ക്ക് ഓടുന്ന കാറാണെങ്കിൽ, ബിസിനസ്സിനല്ലാതെ ഓടുന്ന വാടകയ്ക്കായിട്ട് ഓടുന്ന കാറുകൾക്ക്. പിന്നെ മെഷീനറി ആൻഡ് പ്ലാന്റ് ജനറലിൽ വരുന്നത് എന്താണ് 15%. ഓക്കെ, ജനറലി അതിന് 15% വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷിപ്പിന് വരുന്നത് 20%. കപ്പലിന് 20% ഡിപ്രിസിയേഷൻ വരുന്നത്. മൂന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് മോട്ടോർ ബസ്സിന്, മോട്ടോർ ലോറി, കാറിനൊക്കെ എത്ര വരുന്നത് 30% ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ബ്ലോക്കിൽ എയറോപ്ലെയിനാണ് വരുന്നത്. എയറോ എൻജിൻ, അതേപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് പുട്ട് ടു യൂസ് ബിഫോർ 1999. അതായത് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഓടുന്ന ഏത് വാഹനത്തിനും 99 മുൻപുള്ളതാണ് 40%. എയറോപ്ലെയിനിന് 40%, എയറോ എൻജിന് 40%. കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് യൂസ്ഡ് ആസ് റീഫില്ലിന്, ഒക്കെ റീഫില്ലിനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിന്, അത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് 40% എന്ത് വരുന്നത് ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ന്യൂ കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, പുതിയ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 2009 ബട്ട് ബിഫോർ എന്താണ്, അതായത് 1/1/2009 ജാനുവരി 1, 2009 ശേഷവും ഒക്ടോബർ 1, 2009 മുൻപും എന്താണ് അക്വയർ ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ, കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണെങ്കിൽ അതിന് 40% ഡിപ്രിസിയേഷൻ വരുന്നത്. ഇനി അടുത്തത് ബ്ലോക്ക് 6 പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണെങ്കിൽ 40% ഡിപ്രിസിയേഷൻ വരിക. ബുക്സ് അതർ ദാൻ ബുക്സ് ബീങ് ആനുവൽ പബ്ലിക്കേഷൻസ് ഓർ ബുക്സ് ഓൺഡ് ബൈ SSC ക്യാരിങ് ഓൺ ബിസിനസ് ഇൻ റണ്ണിങ് ലെൻഡിങ് ലൈബ്രറീസ്, അതായത് ബുക്സും എന്താണ് നമ്മുടെ ഒരു അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. ബുക്സിന് ജനറലി 40% ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ ബുക്സ് എന്ന് എഴുതിയിട്ട് 40% എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സിന് 40% ഡിപ്രിസിയേഷൻ. അത് ബ്ലോക്ക് 6 വരുന്നത്. ഇനി ബ്ലോക്ക് 7 പറയുന്നത് റോളേഴ്സ് യൂസ്ഡ് ഇൻ ഫ്ലോർ മിൽസ്. ഓക്കെ, അതായത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മില്ലുകൾ. ഓക്കെ, അതിലൊക്കെ ഉപയോഗിക്കുന്ന റോളേഴ്സിന് 40% ഡിപ്രിസിയേഷൻ. ബ്ലോക്ക് 8 പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ നമ്മൾ ജനറലി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15% നേരത്തെ കണ്ടത്. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വേറെ പറയുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് പ്ലാന്റ് യൂസ്ഡ് ഇൻ എ വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ 40%. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കേസ് പോലെ തന്നെ. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിന് 40%, അതേപോലെ ഇതിന് തനിച്ച് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്രയാണ് 40% ഡിപ്രിസിയേഷൻ വരിക. പിന്നെ ബുക്സ് ഓൺഡ് ബൈ SSC ഈസ് ക്യാരിങ് ഓൺ എ പ്രൊഫഷൻ ബീങ് ആനുവൽ പബ്ലിക്കേഷൻസ്, അതായത് CA അതേപോലെ നമ്മുടെ LLB വക്കീലന്മാർ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ബുക്കുകൾ, ഡോക്ടർമാരൊക്കെ യൂസ് ചെയ്യുന്ന ബുക്സിന് അവരുടെ പ്രൊഫഷനായിട്ട് ബന്ധമുള്ള ബുക്സ് ആണെങ്കിൽ അതിന് 40% ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇവിടെയും ബുക്സിന് 40% തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ബ്ലോക്ക് 8 പറയുന്ന കാര്യങ്ങൾ. ഇനി ബ്ലോക്ക് 9 പറയുന്നത് മോട്ടോർ ബസ് ലോറി അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ August 23, 2019 ബട്ട് ബിഫോർ 1 April 2020. ഓക്കെ, അപ്പോൾ മോട്ടോർ ബസ്സുകൾ, ലോറീസ് ഇതൊക്കെ 2019 August 23 ശേഷം, അതേപോലെ April 1, 2020 മുൻപ് വാങ്ങിയതാണെങ്കിൽ 45% ഡിപ്രിസിയേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് 9 വരെ പറയുന്നത്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിലും കോമൺ ആയിട്ട് 25% ഡിപ്രിസിയേഷൻ. അതിലാകെ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റിനെയും ഒറ്റ ബ്ലോക്കിലേക്കാണ് കൊള്ളിക്കുക. അതിൽ നോഹൗ വരും, പാറ്റൻറ്റ് വരും, കോപ്പിറൈറ്റ് വരും, ട്രേഡ് മാർക്ക് വരും, ലൈസൻസ് വരും, ഫ്രാഞ്ചൈസ് വരും. ഓക്കെ, എല്ലാത്തിനും എന്താണ് 25% ഡിപ്രിസിയേഷൻ വരിക. ഇനി ശ്രദ്ധിക്കുക, അഡീഷണൽ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വരുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ ആണ്. ഓൺ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആഫ്റ്റർ 31st March 2005 additional depreciation at the rate 20% is to be charged. Additional depreciation is available only in the year in which the new plant and machinery is first put to use. Okay, അതായത് 2005 മാർച്ച് 31 ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ മെഷീനറീസിനും, പ്ലാന്റ് ആൻഡ് മെഷീനറീസിന് ഒരു അഡീഷണൽ ഡിപ്രിസിയേഷൻ 40 ആവട്ടെ അല്ലെങ്കിൽ 15% ആവട്ടെ, അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് 20% കൂടി അഡീഷണൽ ഡിപ്രിസിയേഷൻ കൊടുക്കും. ഓക്കെ, അത്രയും എന്താണ്, അതൊരു ആനുകൂല്യമാണ്. ഓക്കെ, അത്രയും എന്താണ് നമ്മുടെ മെഷീനറീസ് ആൻഡ് പ്ലാന്റ്സ് എന്താണ് നമ്മുടെ രാജ്യം മൊത്തം വരണം എന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം എന്താണ്, നമ്മുടെ മാനുഫാക്ചറിങ് രംഗം എന്താണ് അത് വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇവിടെ പറയുന്നൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ആ വർഷം ഏത് വർഷമാണോ അത് യൂസ് ചെയ്യുന്നത് അത് മുതലേ ഈ അഡീഷണൽ മെഷീനറിക്ക് ഉള്ള എന്താണ് ഡിപ്രിസിയേഷൻ നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അത് പുട്ട് യൂസ് ചെയ്യണം. അതെന്താണ് നമ്മൾ ആ ഒരു വർഷം ഉപയോഗിക്കണം എന്നെങ്കിൽ മാത്രമേ, വാങ്ങി വെച്ചുകൊണ്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട 180 ദിവസത്തിന് റൂള് കണ്ടു. അവിടെ എന്താണ് യൂസ് ചെയ്യണമെന്നാണ് നിബന്ധന, വാങ്ങി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം പോയിൻറ്റ്സ് ആണ് ഇതിൽ തിയറി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണെന്ന് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ 4. ഓക്കെ, അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ ഫർണിച്ചർ ഓൺ 1st April 2019 is rupees 1,30,000. Furniture purchased on 1st August 2019 was 70,000. Furniture purchased on 8th January 2020 was 40,000. Compute depreciation on furniture for the assessment year 2020-21.
ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഫർണിച്ചറിന് 10% ടോട്ടൽ ഡിപ്രിസിയേഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫർണിച്ചർ ആദ്യ കയ്യിലുണ്ട് എത്ര? 1,30,000 രൂപയുടെ ഫർണിച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഓഗസ്റ്റ് 1 നമ്മൾ 2019 ഓഗസ്റ്റ് 1 നമ്മൾ 70,000 രൂപയുടെ ഫർണിച്ചർ കൂടി വാങ്ങി. പിന്നീട് നമ്മൾ വാങ്ങുന്നത് ജാനുവരി 8 ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 10% എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് 10% എഴുതിയിട്ടുണ്ട്. അത് 2 ലക്ഷമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിപ്രിസിയേഷൻ അറ്റ് 5% ഓൺ 40,000 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് രണ്ടും 180 ദിവസത്തിന് മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ രണ്ട് ഫർണിച്ചറും 180 ദിവസത്തിന് മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 1 ജാനുവരിയാണ്, അല്ല 8 ജാനുവരിയാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആകെ 90 ദിവസങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലാകെ 90 ദിവസങ്ങളോളെ ഈ ഒരു ഫർണിച്ചർ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് വെച്ചാൽ 10%. ഇത് 180 ദിവസത്തിനുള്ളിലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ 40,000-ൻ്റെ 5% 2,000 രൂപ മാത്രമേ ഡിപ്രിസിയേഷനായിട്ട് എടുക്കുള്ളൂ. ഇവിടെ 2 ലക്ഷത്തിൻ്റെ 10% ഫുള്ളായിട്ട് എടുക്കും, അത് 20,000 എഴുതി. ഇവിടെ ലൈനിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇവിടെ ഈ ലൈന് ഇവിടെയാണ് വരിക, ഈ ലൈന് ഇവിടെയും ഇതിവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% എടുത്ത് എഴുതുക, 40,000-ൻ്റെ 5% എടുത്ത് എഴുതുക, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 22,000 എടുത്ത് എഴുതുക. നോട്ട് ചെയ്യുക, ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 8th January 2020 at 5% because it is used for less than 180 days. ഓക്കെ, കാര്യം ഇത് 180 ഡേയ്സിന് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മുഴുവൻ യൂസ് ചെയ്തു, സെപ്റ്റംബർ മുഴുവൻ യൂസ് ചെയ്തു, ഓക്കെ, ഒക്ടോബർ യൂസ് ചെയ്തു, നവംബർ യൂസ് ചെയ്തു, ഡിസംബർ യൂസ് ചെയ്തു, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 8 240 ദിവസത്തിന് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരാശരി 30 ദിവസം നമ്മൾ മാസത്തിൽ കൂട്ടിയാൽ തന്നെ 240 അല്ലെങ്കിൽ 230 മുതൽ 250 ദിവസത്തിനിടയിൽ എന്തായാലും ഈ ഒരു ഫർണിച്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമേ ഉള്ള ഫർണിച്ചറാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ ബാലൻസ് ആണ്. ആദ്യമേ ഉള്ള ഫർണിച്ചറിൻ്റെ ബാലൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കുക ഡിപ്രിസിയേഷൻ, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇത് ഈ വർഷം വാങ്ങിയതാണ്, പക്ഷേ ഇത് 200 ദിവസത്തിലധികം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ ഇത് രണ്ടും ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ ഇതിനൊരു ബ്ലോക്ക് ആക്കിയിട്ട് ഇവിടെ എഴുതി. ഇത് ഹാഫ് എടുക്കുള്ളൂ നമ്മൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാകെ 90 ദിവസത്തോളം യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ 5% എടുക്കുക. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 22,000 ഡിപ്രിസിയേഷൻ വരുന്നത്. അതേപോലുള്ള മറ്റൊരു ചോദ്യമാണ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ 1st April 2019 4,50,000. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ 1st April 2019 4,50,000 രൂപ. അത് കഴിഞ്ഞ് വാല്യൂ ഓഫ് പ്ലാന്റ് പർച്ചേസ്ഡ് ഓൺ 1st March 2020. അപ്പോൾ മാർച്ച് 1 2020 1 ലക്ഷത്തിൻ്റെ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ട് ഡിപ്രിസിയേഷൻ ചാർജബിൾ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ ശ്രദ്ധിക്കുക, ഡിപ്രിസിയേഷൻ അറ്റ് ദ റേറ്റ് 15% ഓൺ 4,50,000. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ജനറലി നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത് 15%. അത് സ്പെഷ്യൽ കേസിന്, അതായത് വാട്ടർ സപ്ലൈ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് നമ്മൾ 40% അത് ചാർജ് ചെയ്യുക. ജനറലി ഇറ്റ് ഈസ് 15%. ഓക്കെ, അതെടുത്തു. ഇത് നമ്മൾ ആകെ ഒരു മാസമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ആകെ ഒരു മാസമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 7.5%, 15ൻ്റെ പകുതിയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 75,000. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് 2019 ശേഷം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പ്ലാന്റ് വാങ്ങിയിരിക്കുന്നത്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലാന്റ് 2005 ശേഷം വാങ്ങുകയാണെങ്കിൽ അതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ വരും. അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഈ മെഷീനറി നമ്മൾ 180 ദിവസത്തിനുള്ളിലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് 20%-ൻ്റെ പകുതി 10% നമ്മളിവിടെ അഡീഷണൽ ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ,
സ്വതവേ 20% കാണിക്കേണ്ടത്. ഇവിടെ ആകെ ഒരു മാസമേ ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ. കാര്യം മാർച്ച് 31 കൂടി കഴിഞ്ഞ പ്രീവിയസ് ഇയർ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആകെ മാർച്ച് 1 വാങ്ങിയ സാധനം ആകെ ഒരു മാസം യൂസ് ചെയ്യുന്നുള്ളൂ, 180 ദിവസം അത് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 10% അഡീഷണൽ ഡിപ്രിസിയേഷൻ. അത് ഈ പ്ലാന്റിന് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ പ്ലാന്റ് ഇതിന് മുൻപുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ബാലൻസ് ആണ് ഇവിടെ 2019 4,50,000 രൂപ ഉള്ളത്. ഇത് എന്നാ വാങ്ങിയെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ 2005 മുന്നേ വാങ്ങിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ അത് കൊടുക്കാത്തത്. അപ്പോൾ ഇതിന് മുന്നേ റിട്ടേൺ ഡൗൺ വാല്യൂ നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെന്ന് വാങ്ങിയെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാം പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് വാങ്ങിയിരിക്കുന്നത് എന്താണ് 2020 വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2005 ശേഷമാണ്. അപ്പോൾ അതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അത് 20% വേണ്ടത്. കാര്യം ഇത് 180 ദിവസത്തിനുള്ളിലാണ് യൂസ് ചെയ്തതുകൊണ്ട് 10% മാത്രമേ നമ്മളിവിടെ അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 85,000 രൂപയാണ് ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നത്. ഓക്കെ, ഡിപ്രിസിയേഷനിൽ നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് 2020-21 കാലഘട്ടത്തിൽ അസസ്മെൻറ്റ് ഇയറിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് ഇതിൻ്റെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. 2019 ഏപ്രിൽ 1 1,10,000 രൂപയാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2 ജൂണിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2019 15,000 രൂപയാണ്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 8 ജാനുവരി 2020 20,000 രൂപയാണ്. ഇത് 180 ദിവസത്തിനുള്ളിലാണ് യൂസ് ചെയ്തത്. ഇത് 180 ദിവസത്തിന് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? പാർട്ട് ഓഫ് ഓൾഡ് ഫർണിച്ചർ, അതായത് ഫർണിച്ചറിൻ്റെ പഴയ ഫർണിച്ചറിൽ ഒരു ചെറിയൊരു ഭാഗം വിറ്റയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 19 വിറ്റിട്ടുണ്ട്, 3,000 രൂപയാണ്. അപ്പോൾ സോൾഡ് എന്ന് പറയുന്ന നേരത്ത്, ഏതൊരു ഫർണിച്ചറും സോൾഡ് എന്ന് പറഞ്ഞ നേരത്തെ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഡേറ്റ് പരിഗണിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത 2 ഫർണിച്ചറും എടുത്ത് എഴുതുക. ഓക്കെ, 2 ഫർണിച്ചറും പർച്ചേസ് ചെയ്ത് എടുത്ത് എഴുതുക. അതിൻ്റെ ടോട്ടൽ ഇവിടെ ആദ്യം എടുത്ത് എഴുതുക. കാര്യം സെയിൽസ് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു അസറ്റ്, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ വിറ്റിട്ട് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ബാലൻസ് എടുത്തിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് വാങ്ങിയ എമൗണ്ടുകൾ മാത്രം എടുത്ത് എഴുതുക, വിറ്റത് നോക്കണ്ട. ഓക്കെ, വാങ്ങിയെടുത്ത് എഴുതുക. അതിനുശേഷം ഫർണിച്ചർ സോൾഡ് എന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ഒരു പാർട്ടായിരിക്കില്ല, പല ഡേറ്റിലായിട്ട് പല പാർട്ട് വിറ്റിട്ടുണ്ടാവും പല എമൗണ്ടിൽ. ഓക്കെ, നിങ്ങൾ എമൗണ്ട് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അവിടെ ഡേറ്റിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എമൗണ്ട് എടുത്ത് എഴുതുക. ഓക്കെ, അതിന് ബാലൻസ് കിട്ടി, അതിൻ്റെ ബാലൻസ് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ഡിപ്രിസിയേഷൻ കാണുക. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ ഓൺ 5% ഓൺ ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ എന്താണ് 8 ജാനുവരി 2020. അതായത് ഇതിൻ്റെ 5% എടുത്ത് എഴുതുക. ഇതിൻ്റെ 5% എത്രയാണെന്ന് വെച്ചാൽ 1000 രൂപയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഈ 1000 രൂപ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഓൾഡ് ഫർണിച്ചറാണ് വിറ്റിരിക്കുന്നത്. പുതിയ ഫർണിച്ചർ ഇത് വാങ്ങിയിരിക്കുന്നത് 8 ജാനുവരിയാണ്, വിറ്റിരിക്കുന്നത് 19 ഫെബ്രുവരിയാണ്. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് വേണമെങ്കിൽ വിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിറ്റിരിക്കുന്ന ഓൾഡ് ഫർണിച്ചറാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 10% ബ്ലോക്കിൽ വരുന്നതിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 10% എത്രയാണ് വരുന്നത്? 10% വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ, അതായത് ടോട്ടൽ ഫർണിച്ചർ 1,42,000. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ 8 ജാനുവരിക്ക് വാങ്ങിയ ഫർണിച്ചർ മൈനസ് ചെയ്യുക. അപ്പോൾ എന്തായി? ഓൾഡ് ഫർണിച്ചറിൻ്റെ ബ്ലോക്കിലേക്കാണ് വരുന്നത്. ഇത് ന്യൂ ആണെങ്കിലും പ്രശ്നമില്ല, റേറ്റ് സെയിം അല്ലേ. അപ്പോൾ ഇതൊരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്ക് എമൗണ്ട് എത്ര വരും? ഏകദേശം 1,22,000 വരും. 1,22,000 10% എടുത്ത് എഴുതുക, 12,200 രൂപ വരും. ഓക്കെ, അപ്പോൾ ഈ 2 ഡിപ്രിസിയേഷൻ കൂടി ആഡ് ചെയ്താൽ 13,200 രൂപയാണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ ഓഫ് ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ സെയിൽസിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ഐറ്റം ഇൻ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് ആയിരുന്നു ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. PGBP നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്തെ നമ്മൾ എന്താണ് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഒരു ഐറ്റമാണ് T ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, T ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്.
coffee development account and rubber development account under section 33AB 33AB. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഓർത്ത് വെക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. 33 ആൻഡ് AB എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ. ഓക്കെ, അതാണ് ഈ സെക്ഷൻ 33AB. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഈ 3 സാധനങ്ങൾ ടീ, കോഫി, റബ്ബർ. ഓക്കെ, ഒന്നുകിൽ ഇത് എന്താണ് വളർത്തുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ. മാനുഫാക്ചർ മീൻസ് എന്താണ്? അതിൻ്റെ ഇപ്പോൾ ടീ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതേപോലെ എന്താണ് കോഫി, അതേപോലെ റബ്ബറിനും എന്തുണ്ട്? അതിനൊരു പ്രോസസ്സിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു എസ്എസ്സി, അതായത് ഇത്തരം ഒരു കൃഷി ചെയ്യുന്നോ അല്ലെങ്കിൽ എന്താണ് ടീ, കോഫി, റബ്ബർ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു എസ്എസ്സി ഒരു അക്കൗണ്ട് നബാർഡിൽ തുടങ്ങുകയാണെങ്കിൽ, ഓക്കെ, എന്ത് അക്കൗണ്ട്? ഇതിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട് നബാർഡ് തുടങ്ങുകയാണെങ്കിൽ എന്താ അവിടെ പറയുന്നത്? ദി എമൗണ്ട്സ് ഓർ ഡെപ്പോസിറ്റഡ് ഓർ 40% ഓഫ് ദി പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് ലെസ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ഇറ്റ്സ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 40% അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയോ, ഇതിലേതാണോ ചെറുത് അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് എന്താണ്? ഒരു തിയറി പോർഷനാണ്. ഇതിൽ കണക്കൊന്നും ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ശ്രദ്ധിക്കുക, എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഒരു എന്താണ് സ്പെഷ്യലി എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഡിപ്രിസിയേഷൻ PGBPയിൽ. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട എന്താണ് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, അതേപോലെ റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, സെക്ഷൻ 33AB വരുന്നത്. 32 ആണ്, സെക്ഷൻ 32 ആണ് ഡിപ്രിസിയേഷൻ്റെത്. 33AB ആണ് നമ്മൾ നേരത്തെ കണ്ട ടീ, റബ്ബർ, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, സെക്ഷൻ 35. ഓക്കെ, സയൻറ്റിഫിക് അതായത് ശാസ്ത്രപരമായിട്ടുള്ള എന്താണ് ഗവേഷണങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ നടത്തുകയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് എന്താണ് ഗവൺമെൻറ് അനുവദിക്കും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക അത് എന്താണ് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് സമ്മതിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശാസ്ത്രപരമായിട്ടുള്ള റിസർച്ചുകൾ. ഓക്കെ, അപ്പോൾ അതിന് ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളോ കാശ് ചിലവാക്കുകയാണെങ്കിൽ ആ ഒരു കാശ് അയാൾക്ക് എന്താണ് ഡിഡക്ഷനായിട്ട് ഗവൺമെൻറ് എന്താണ് അനുവദിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വകുപ്പുകളെന്ന് നോക്കാം. ഓക്കെ, ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ആർ അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ SSE ഹിംസെൽഫ്, വെയർ ദ SSE ഹിംസെൽഫ് ക്യാരീസ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇൻ റിലേഷൻ ടു ഹിസ് ബിസിനസ്. Any revenue expenditure incurred by the SSE shall be allowed in full. ഓക്കെ, റവന്യൂ നേച്ചർ, അതായത് ഇപ്പോൾ SSE ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്, SSE ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു എക്സ്പെൻഡിച്ചർ വരുന്നത് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ. അത് റവന്യൂ നേച്ചറാണ്. ഓക്കെ, അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലവാണ്. ഓക്കെ, ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് നമുക്ക് എപ്പോഴും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ചിലവാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും എപ്പോഴും റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് വരിക. അപ്പോൾ അത്തരത്തിലൊരു എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എത്രയാണോ ചിലവ് വന്നത് അത് ഫുള്ളായിട്ട് എന്ത് കിട്ടും? നമുക്ക് ഡിഡക്ഷനായിട്ട് ലഭിക്കും. അത് കുറയ്ക്കാൻ പറ്റും. പ്രോഫിറ്റിൽ നിന്ന് ആ ഒരു തുക, ചിലവായ തുക കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പോയിന്റ് ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ SSE. പോയിന്റ് ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ SSE ഹിംസെൽഫ്. ഓക്കെ, അപ്പോൾ SSE വഹിച്ചിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അപ്പോൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് ലാൻഡ് ഇൻകേർഡ് ബൈ ദ SSE ഓൺ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ഓൺ ബിസിനസ് ഈസ് അലൗഡ് ഇൻ ഫുൾ. ഓക്കെ, അപ്പോൾ സ്വന്തം ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അസറ്റിനായിട്ട് എന്ത് പൈസ ചിലവാക്കുക. ഓക്കെ, അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ. അപ്പോൾ അത് SSE സ്വന്തം ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുകയാണെങ്കിൽ അത് അലൗഡ് ഇൻ ഫുള്ളാണ്. പക്ഷേ ലാൻഡിൽ ആണ് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കാശ് ഡിഡക്ഷനിൽ ലഭിക്കില്ല. കാര്യം ലാൻഡ് നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റും.
ലാൻഡിന് ഡിപ്രിസിയേഷനും വരില്ല. ലാൻഡിൻ്റെ വാല്യൂ എപ്പോഴും അപ്രിസിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് ലാൻഡിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷനായിട്ട് കിട്ടില്ല. അല്ലാത്ത മെഷീനറീസോ അത്തരത്തിലുള്ള അസറ്റ് ആണെങ്കിൽ എന്താണ്, അത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു എന്താണ് അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിന് ചിലവാക്കിയ തുക നമുക്ക് സ്വന്തം ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്കത് ഡിഡക്ഷനായിട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ പോയിന്റ്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ആൻ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഓർ എ യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ SSC ഒരു അപ്രൂവ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ, കാശ് കൊടുക്കുകയാണെങ്കിൽ, അവരുടെ ആവശ്യത്തിനായിട്ട് കാശ് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് ഡിഡക്ഷനായിട്ട് കിട്ടും. എത്ര കിട്ടാൻ നോക്കുക. എ ഡിഡക്ഷൻ ഓഫ് 150% ഓഫ് ദി എമൗണ്ട് ഈസ് 150% ഓഫ് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഈസ് അലൗഡ്. ഓക്കെ, അപ്പോൾ ഒരു ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു SSCക്ക് 1,50,000 രൂപയാണ് ഡിഡക്ഷൻ കിട്ടുക. അതിനെക്കാട്ടും കൂടുതലാണ് കിട്ടുക. 150% കിട്ടുക. 10 രൂപ കൊടുത്താൽ 15 രൂപയാണ് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, അതിൻ്റെ പകുതിയോളം വീണ്ടും എന്താണ് അഡീഷണൽ ആയിട്ട് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതൊരു അപ്രൂവ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കണം. അവരുടെ റെസീറ്റ് വേണം. അതേപോലെ ഒരു യൂണിവേഴ്സിറ്റിക്കൊക്കെ കൊടുത്തിരിക്കണം. ഇനി നാലാമത്തെ പോയിന്റ്, സം പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു എ കമ്പനി. സയൻറ്റിഫിക് റിസർച്ച്, ഒരു കമ്പനിയുടെ സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു തുക. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എ ഡിഡക്ഷൻ ഓഫ് 100% ഓഫ് ദ എമൗണ്ട് പെയ്ഡ് ഈസ് അലൗഡ്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് എന്താണ് ടു എ കമ്പനി, ഒരു കമ്പനിയുടെ സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ 100%. ഓക്കെ, അതൊരു അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ഒന്നല്ല, മറ്റൊരു കമ്പനിയുടെ സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് നമ്മൾ കാശ് ഡൊണേഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ കിട്ടും. എത്രയാണോ തുക കൊടുത്തിരിക്കുന്നത് അത്രയും തുക ഡിഡക്ഷനായിട്ട് കിട്ടും. ഇതാണ് നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സം പെയ്ഡ് ഫോർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. സം പെയ്ഡ് ഫോർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, എ ഡിഡക്ഷൻ ഓഫ് 100% ഓഫ് ദ എമൗണ്ട് ഈസ് അലൗഡ്. അതായത് സോഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ കളക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സാമ്പിളിങ് അല്ലെങ്കിൽ സെൻസസ് ഒക്കെ അതിനൊക്കെ ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്താണ് 100% ഡിഡക്ഷൻ കിട്ടുക. എത്രയാണ് തുക കൊടുത്തിരിക്കുന്നത് അത്രയും ഡിഡക്ഷൻ കിട്ടും. ഇനി ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, സം പെയ്ഡ് ടു എ നാഷണൽ ലാബോറട്ടറി ഓർ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിസർച്ച് അസോസിയേഷൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് നാഷണൽ ലാബോറട്ടറി, അതേപോലെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, ഇതിനൊക്കെയാണ് നമ്മൾ ഡൊണേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ 150% എന്ത് ഇവിടെ പോലെ തന്നെ 150% നമുക്ക് ഡിഡക്ഷൻ. എത്രയാണ് 100 രൂപ കൊടുത്താൽ 150 രൂപ ഡിഡക്ഷനായിട്ട് കിട്ടും. ഇനി ഏഴാമത്തെ പോയിന്റ്, എക്സ്പെൻഡിച്ചർ ഓൺ ഇൻ ഹൗസ് റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇൻ ഹൗസ് റിസർച്ച് എന്താണ് 2017 വരെയുള്ള ഇൻ ഹൗസ് റിസർച്ചിന്. ഇൻ ഹൗസ് മീൻസ് സ്വന്തം ബിസിനസ്സിൻ്റെ ആയിട്ടുള്ള റിസർച്ചിനായിട്ട് തുക ചിലവാക്കുകയാണെങ്കിൽ 2017 വരെ ആണെങ്കിൽ അതിന് 150% ഡിഡക്ഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസിൽ മൂന്നാമത്തതാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് നാലാമതായിട്ട് നോക്കാനുള്ളത് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ഓക്കെ, എ ന്യൂ ടാക്സ് കോൾഡ് കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് ലെവീഡ് at the rate 0.01%. Okay, 0.01% on a transaction of sale of commodity derivatives in respect of commodities other than agricultural commodities traded in recognized associations. അതായത് ഇപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ പുതിയൊരു ടാക്സാണ് CTT, കമോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇതിൻ്റെ ടാക്സ് റേറ്റ് ശ്രദ്ധിക്കുക, 0.01% ആണ്. ഓക്കെ, എന്തിനാണ്? സെയിൽ ഓഫ് കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് കമോഡിറ്റീസ്. അതായത് ഡെറിവേറ്റീവ്സ് മീൻസ് കോൺട്രാക്ട്സ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു സാധനത്തിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ചിട്ട് ഉള്ളൊരു വിൽക്കാനും വാങ്ങാനുള്ളൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്. ഡെറിവേറ്റീവ്സ് ഒരു സെപ്പറേറ്റ് ഒരു ബുക്ക് തന്നെയാണ് നമുക്ക് കോമേഴ്സിൽ. അപ്പോൾ ഡെറിവേറ്റീവ്സായിട്ട് ബന്ധപ്പെട്ടുള്ള കമോഡിറ്റീസിൻ്റെ ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിന് അത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതിന് 0.01% ടാക്സ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഇതിൻ്റെ റേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ എന്തിനാണിത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളതെന്ന് നോക്കുക. അവിടെ ഡെറിവേറ്റീവ്സ് എന്ന വേർഡും യൂസ് ചെയ്യാം. ഓക്കെ, കമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കമോഡിറ്റി ഡെറിവേറ്റീവിൻ്റെ ട്രാൻസാക്ഷന്
വരുന്ന ട്രാൻസാക്ഷൻ ടാക്സ് ആണ് CTT അല്ലെങ്കിൽ കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ചോദ്യം ഒന്ന് നോക്കിയിട്ട് പിന്നെ അടുത്ത ടോപ്പിക്സിലേക്ക് പോകാം. ഫോളോയിങ് ഇസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ജോഷി ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻകംസ് കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻകം ടാക്സ് റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് 10,000 രൂപയാണ്, ഡിപ്രിസിയേഷൻ 15,000 രൂപയാണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 7,000 രൂപയാണ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 11,500 ആണ്, ഓഫീസ് എക്സ്പെൻസ് 61,800 ആണ്, സാലറി 11,600 ആണ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് 10,000 ആണ്, റെൻറ്റ് 10,000 ആണ്, വെൽത്ത് ടാക്സ് 26,000 ആണ്, നെറ്റ് പ്രോഫിറ്റ് 1,70,100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക, ടോട്ടൽ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഡിപ്രിസിയേഷൻ അലൗവബിൾ ഈസ് ഓൺലി 10,000. അപ്പോൾ ഡിപ്രിസിയേഷൻ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 15,000 കാണിച്ചിരിക്കുന്നത്, പക്ഷേ അലൗവബിൾ ഓൺലി 10,000 ആണ്. അപ്പോൾ 5,000 എന്താണ്? നോട്ട് അലൗഡ് ആണ്. സാലറി പേയബിൾ നോട്ട് ചാർജ് ടു P&L അക്കൗണ്ട്. സാലറി കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ സാലറി ശരിക്കും 12,000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 11,600 ആണ്. ഓക്കെ, അപ്പോൾ അത് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, എക്സ്പെൻസ് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, റെൻറ്റ് ഇൻക്ലൂഡ് 1/4 റിലേറ്റിംഗ് ടു ഹിസ് ഹൗസ്. ഓക്കെ, അപ്പോൾ റെൻറ്റിൽ 10,000-ൽ അതിൽ 1/4, 10,000-ൽ 1/4 പറഞ്ഞാൽ 2,500 രൂപ SSCയുടെ പേഴ്സണൽ ആവശ്യത്തിന് അയാളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെൻ്റാണ്. അയാൾ വാടക വീട്ട് താമസിക്കുന്ന ആളാണ് SSC, ബിസിനസ്സുകാരൻ. അയാളുടെ വീട്ടിൻ്റെ റെൻറ്റും കൂടി ഇയാൾ മെല്ലെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ 10,000 രൂപ വന്നത്. ശരിക്കും 7,500 രൂപയാണ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ള റെൻറ്റ്, ബാക്കി 2,500 രൂപ സ്വന്തം ആവശ്യത്തിനാണ്. അത് വീടിൻ്റെ റെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ നേരത്തെ കണ്ട ചോദ്യത്തിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് എഴുതിയിട്ടുണ്ട് 1,70,100. ഇനി ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡിപ്രിസിയേഷൻ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, അതേപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, റെൻറ്റ് പേഴ്സണൽ വന്നതും എന്താണ്? അതും ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് അത് നമ്മൾ ബൈ ഹാർട്ട് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമ്മൾ പിന്നീട് കാണുന്ന നേരത്ത്, പിന്നീട് ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഏതാണ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ്, ഏതൊക്കെ എക്സ്പെൻസിനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടാൽ തിരിച്ചറിയണം. ഓക്കെ, അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇൻഅഡ്മിസിബിൾ ആണ്. ഇവിടെ വെറുതെ ഇരട്ടിപ്പണി ഈ ഒരു സൊല്യൂഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 5,000 രൂപ എഴുതിയാൽ മതി. ഇവിടെ ഇവർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 15,000 ഇവിടെ എഴുതിയിട്ട് പിന്നീട് 10,000 രൂപ ഇവിടെ അലോ ചെയ്യുന്ന മാതിരിയാണ് കാണിക്കുന്നത്. അത് ലെസ് ചെയ്യുന്ന പോലെ ഇവിടെ അത് ആഡ് ചെയ്യുക 15,000, ഇവിടെ 10,000 ലെസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഇവിടെ തന്നെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 5,000 എഴുതിയാൽ മതി, ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് ലെസ് ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ആണ്. അപ്പോൾ നമ്മളവിടെ കാണുന്ന ഗ്രോസ് പ്രോഫിറ്റ് ഒഴിച്ചിട്ടുള്ള 2 ഇൻകം എന്താണ്? ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ആണ്. അത് രണ്ടും നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ഈ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 23,000 രൂപയാണ് വരുന്നത്. അതിവിടെ എഴുതുക. ഇത് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുക. ഇൻഅഡ്മിസിബിൾ ഇൻകം ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ഓക്കെ, ആ എമൗണ്ടിൽ നിന്ന് ഡിപ്രിസിയേഷൻ ഇവിടെ 15,000 എഴുതിയത് കൊണ്ടാണ് ഇവിടെ 10,000 എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാലറി പേയബിൾ ശരിക്കും എത്രയാണ്? 12,000 ആണ്. ഓക്കെ, അപ്പോൾ അതും എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇതിൽ നിന്ന് ഇത് ആഡ് ചെയ്യുക, ഇത് ലെസ് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക? വീണ്ടും ലെസ് ചെയ്യുക. അപ്പോൾ 1,87,100 രൂപയാണ് ബിസിനസ് ഇൻകം. ഇപ്പോൾ ഇതിൻ്റെ പുറത്താണ് ടാക്സ് ഈടാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടാക്സിൻ്റെ നിയമം അനുസരിച്ചിട്ട് ടാക്സ് വരുന്നില്ല. 2,50,000 മിനിമം വേണം ടാക്സ് വരണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ഫോർ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 32AC, അപ്പോൾ ഈ സെക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. 32AC, companies engaged in manufacture of any article having an investment of more than 25 crore for the acquisition and installation of new plant and machinery on or after
1st April 2014 are eligible for investment allowance. ഓക്കെ 2014 ഏപ്രിൽ 1 ശേഷം ഓക്കെ 2014 ഏപ്രിൽ 1 ശേഷം എന്താണ് കമ്പനീസ് മാനുഫാക്ചറിങ്ങിന് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 കോടിക്ക് മുകളിലായിരിക്കണം. അവർക്ക് എന്തിനുള്ള യോഗ്യത ഉണ്ട്? അവർ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് അവർക്ക് കിട്ടും. ഓക്കെ, അത് എന്താണ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നതാണ് പറയുന്നത്. സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ് ദി എമൗണ്ട് ഓഫ് സച്ച് അലവൻസ് വിൽ ബി 15% of the actual cost of new asset acquired. Such asset are to be installed on or before 31st March 2017. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 2014 ഏപ്രിൽ 1 ശേഷം വാങ്ങുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. അത് 2017 മാർച്ച് 31 മുൻപ് ഇൻസ്റ്റാളും ചെയ്യണം. ഓക്കെ, 3 വർഷത്തിനുള്ളത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവർക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് 25 കോടിയിലധികം വേണം. പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. കാര്യം മാനുഫാക്ചറിങ് യൂണിറ്റ് കൊടുക്കുന്ന അത്ര തൊഴിലവസരങ്ങൾ മറ്റ് എന്താണ് ബിസിനസ് യൂണിറ്റ്സിന് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ അവിടെ പദ്ധതി എന്താ പറയുന്നത്? എത്രയാണോ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന ചിലവ് അതിൻ്റെ 15% എല്ലാ വർഷവും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന്. ഓക്കെ, ദിസ് അലവൻസ് ഈസ് ഇൻ അഡീഷൻ ടു ദ യൂഷ്വൽ ഡിപ്രിസിയേഷൻ. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ കൂടെയാണ് ഈ ഒരു അലവൻസ് കൂടി കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ എന്താണ് ലാഭമാണ് അത്തരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ബിസിനസ്സുകാർക്ക്. ദി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഇസ് ടു ക്ലെയിം സച്ച് ആൻ അലവൻസ് ഇസ് ദാറ്റ് ദി ന്യൂ അസറ്റ് ഷുഡ് നോട്ട് ബി സോൾഡ് ഓർ ട്രാൻസ്ഫേർഡ് വിത്തിൻ 5 years. ഈ ന്യൂ അസറ്റ് അതായത് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി 5 കൊല്ലമെങ്കിലും നമ്മൾ കൈവശം വേണം. നമ്മളതിന് ഇടയ്ക്ക് അത് വിൽക്കരുത്. അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ വാങ്ങിയ അലവൻസ് എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പം വരും. നോ ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ് ഫോർ എനി ഇയർ കമൻസിങ് ആഫ്റ്റർ ഓൺ ഓർ ആഫ്റ്റർ 2018. അപ്പോൾ 2018 ശേഷം പിന്നെ എന്ത് കിട്ടില്ല? ഈ ഒരു അലവൻസ് കിട്ടില്ല. അപ്പോൾ അതുവരെ ഈ ഒരു അലവൻസ് കിട്ടുള്ളൂ. അപ്പോൾ 2014 മുതൽ 18 വരെ മാക്സിമം ആൾക്കാരെ കൊണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിപ്പിക്കാനുള്ളൊരു എന്തായിരുന്നു ഗവൺമെൻറ് ഒരു പദ്ധതി ആയിരുന്നത്. കാര്യം മാനുഫാക്ചറിങ് വളർന്നെങ്കിലേ ഉള്ളൂ എന്ത് വരിക, നാട്ടിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരുള്ളൂ, നാടിന് ഇൻഡസ്ട്രി വളരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ്. ആസ് പെർ സെക്ഷൻ 30 to 37 the following deductions are expressly allowed while computing profit from business or profession. ഓക്കെ, അപ്പോൾ അലൗവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ്ലി അലൗഡ് എന്നാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് അലൗഡ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ മാർക്കിനായിട്ട് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ആയിട്ട് ചിലപ്പം ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എക്സ്പെൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് പ്രെമിസസ്. ഓക്കെ, അതായത് റെൻറ്റ്, റേറ്റ്, ടാക്സ്, റിപ്പയർ, ഇൻഷുറൻസ് ഫോർ പ്രെമിസസ്, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് വരുന്ന റെൻറ്റ്, റേറ്റ്, ടാക്സ്, റിപ്പയർ, ഇൻഷുറൻസ്. അപ്പോൾ സെക്ഷൻ 30 അതാണ് പറയുന്നത്. സെക്ഷൻ 30 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? എന്ത് എക്സ്പെൻസ്, അതായത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്ങിന്, ലാൻഡിനൊക്കെ വന്ന റെൻറ്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ് സെക്ഷൻ 30 പ്രകാരം ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഓൺ മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. സെക്ഷൻ 31 പറയുന്നത് എന്താണ്? മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിൻ്റെ റിപ്പയറും എന്താണ് എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷനാണ്. മൂന്നാമത്തെ പോയിന്റ് ഡിപ്രിസിയേഷൻ ആണ് പറഞ്ഞത്. ഡിപ്രിസിയേഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുമാണ്. സെക്ഷൻ 32 ഡിപ്രിസിയേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. ഇത് നമ്മൾ കണ്ടതാണ്. അഞ്ചാമത്തെ എന്താണ്? ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോസ്പെക്റ്റിംഗ് ഫോർ ഓർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഓർ ബോത്ത് ഇൻ ഇന്ത്യ. അതായത് നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസിൻ്റെ എന്താണ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളൊക്കെ അലൗഡ് ആണെന്നാണ് പറയുന്നത്. സെക്ഷൻ 33A(b)(a) ഇത് പറയുന്നത്. പിന്നെ ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. സെക്ഷൻ 35 പറയുന്നത്. അതേപോലെ ഇത് നമ്മൾ കണ്ടതാണ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെത്, അത് പ്രത്യേകമായിട്ട് കണ്ടതാണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ടു ഒബ്റ്റെയിൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ 3G ലൈസൻസോ അല്ലെങ്കിൽ 4G ലൈസൻസോ 5G ലൈസൻസോ കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിന് നമ്മൾ കാശ് കൊടുക്കണം. അപ്പോൾ ആ ലൈസൻസ് എന്നാലേ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുള്ളൂ.
അപ്പോൾ അതിനായിട്ട് വന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇറ്റ് ഇസ് എൻ അലൗഡ് എന്താണ്? എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷൻ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? എക്സ്പെൻഡിച്ചർ ഓൺ എലിജിബിൾ പ്രൊജക്റ്റ് ഓർ സ്കീം. അപ്പോൾ എന്ത് എലിജിബിൾ പ്രൊജക്റ്റിനോ സ്കീമിനായിട്ട് നമ്മൾ ചിലവാക്കിയ തുക, ഓക്കെ, ഗവൺമെൻറ് പ്രൊജക്റ്റുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കിയ, അതായത് ബിസിനസ്സുകാരൻ ചിലവാക്കിയ തുക എന്താണ്? അത് ഡിഡക്ഷൻ ആയിട്ടൊക്കെ ലഭിക്കും. എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷൻ ആണ്. അതേപോലെ എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. അപ്പോൾ എന്തൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് വരുന്നത്? അപ്പോൾ ചില സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ട്. ആ സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ സെക്ഷൻ വരുന്നത് 35 AD ആണ്, 35 AD. എനി എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ നേച്ചർ എക്സ്ക്ലൂഡിങ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അക്വിസിഷൻ ഓഫ് ലാൻഡ് ഓർ ഗുഡ്വിൽ ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ലാൻഡ്, ഗുഡ്വിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ കൂട്ടില്ല. അതൊക്കെ നമുക്ക് എന്താണ്? വീണ്ടും അധികം തുകക്ക് കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് അത് നമ്മൾ കൂട്ടില്ല. അല്ലാണ്ട് വന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിന്? എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പർപ്പസ് ഓഫ് എനി സ്പെസിഫൈഡ് ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്സിനായിട്ട് വന്ന ചിലവ്. അപ്പോൾ എന്താണ് സ്പെസിഫൈഡ് ബിസിനസ് എന്നൊരു ചോദ്യം ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് സ്പെസിഫൈഡ് ബിസിനസ്? സ്പെസിഫൈഡ് ബിസിനസ് ഇൻക്ലൂഡ്സ് സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ഫെസിലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഓയിൽ പൈപ്പ് ലൈൻ, ഹോട്ടൽ ഓഫ് 2 സ്റ്റാർ ഓർ എബവ് കാറ്റഗറി, ന്യൂ ഹോസ്പിറ്റൽ, ഹൗസിംഗ്, ഫെർട്ടിലൈസർ പ്ലാന്റ്, ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ തേനീച്ചനെ വളർത്തുക, ഫെർട്ടിലൈസർ വളം പ്ലാന്റ്, വളം ഡിപ്പോ ഒക്കെ നടത്തുക, ഡിപ്പോ അല്ല അതിൻ്റെ പ്ലാന്റ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. പിന്നെ ഹൗസിങ്ങിനായിട്ട് പിന്നെ ഹോസ്പിറ്റൽ പുതിയത് കെട്ടിപ്പടുക്കുക, 2 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടൽ കെട്ടിപ്പടുക്കുക, വെയർ ഹൗസിങ് നമ്മൾ എന്താണ് ഗോഡൗണുകൾ ഉണ്ടാക്കുക, കോൾഡ് ചെയിൻ ഫെസിലിറ്റി. കോൾഡ് ചെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് റെഫ്രിജറേറ്റേഴ്സ് ഉള്ള ഗോഡൗണുകൾ, എന്ത് സൂക്ഷിക്കാനായിട്ട്? പോൾട്രി, അതേപോലെ മറീൻ ഡയറി പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ മത്സ്യം, പിന്നെന്താണ് പോൾട്രി മീൻസ് എന്താ പറയുക, അതായത് ഈ ഫാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് കോഴി ഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ല അതിൻ്റെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഇപ്പോൾ അതിൻ്റെ മാംസമൊക്കെ സൂക്ഷിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറി പ്രൊഡക്റ്റ്, അതായത് നമ്മളെ ഈ പാലുൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന കോൾഡ് ചെയിൻ ഫെസിലിറ്റി, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഇത് മുതൽ ഇതുവരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സ്പെസിഫൈഡ് ബിസിനസ്, അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 35 AD എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പേയ്മെൻറ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് സെക്ഷൻ 35 CCA, പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രൊജക്റ്റ് സെക്ഷൻ 35 CC പിന്നെന്താണ് എക്സ്പെൻഡിച്ചർ ഓൺ എനി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അതായത് സ്കിൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റിനായി കൊടുത്ത എക്സ്പെൻഡിച്ചർ CCD. അതേപോലെ അമോർട്ടൈസേഷൻ ഓഫ് സർട്ടൻ പ്രിലിമിനറി എക്സ്പെൻസ്, അതായത് ചില പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങുന്ന നേരത്തെ വരുന്ന എക്സ്പെൻസ്, അത് നമ്മൾ എന്താണ് എസറ്റായിട്ട് പരിഗണിക്കും. അപ്പോൾ അതിൻ്റെ അമോർട്ടൈസേഷൻ വെച്ചാൽ എന്താണ്? അമോർട്ടൈസേഷൻ മീൻസ് അതിൻ്റെ നമ്മൾ ഡിപ്രിസിയേഷൻ പോലെ തന്നെ ഒരു സംഗതിയാണ്. അപ്പോൾ അത് എന്താണ് ഒരു എക്സ്പ്രസ്ലി അലൗഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഈ എന്താണ് ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് മെയിനായിട്ടൊരു 10 എണ്ണമാണ്, അതായിരിക്കും എസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, അതിന് കൂടുതലായിട്ട് നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്പെൻഡിച്ചർ ഓൺ എമാൽഗമേഷൻ ഓർ ഡീമർജർ ഓഫ് ഇന്ത്യൻ കമ്പനി. ഓക്കെ, ഇന്ത്യൻ കമ്പനിയുടെ എമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജറിനൊക്കെ ആയി വന്ന എക്സ്പെൻഡിച്ചർ. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്, ഓക്കെ, 35 DDAയിൽ പറയുന്നത്. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്റ്റിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മിനറൽസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 സെക്ഷൻ 35E. പിന്നെ അതർ ഡിഡക്ഷൻസ് പറഞ്ഞ് ഒരുപാട് ഡിഡക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് പ്രീമിയംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ഡിസ്കൗണ്ട് ഓൺ 0 കൂപ്പൺ ബോണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ല, തനിച്ചൊന്നും ചോദിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ എന്താണ് എക്സ്പ്രസ്ലി അലൗബിൾ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, വലിയൊരു ചോദ്യമായിട്ട്. അപ്പോൾ എസ് ആണെങ്കിൽ ഒരു 10-12 പോയിൻറ്റ്സ് എടുത്ത് എഴുതുക, ചെറിയൊരു വിവരണം കൂടെ എഴുതുക. 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 5 പോയിൻ്റെങ്കിലും എടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് കണ്ടീഷൻസ് ഫോർ അലൗയിങ് ദീസ് ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ ഈ കണ്ട ഒരുപാട് ലിസ്റ്റ് തന്നിരിക്കുന്ന ഡിഡക്ഷൻസ് ഒക്കെ അലോ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പേഴ്സണൽ യൂസ്, എന്താണ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഓഫ് ക്യാപിറ്റൽ നേച്ചർ. ഇപ്പോൾ ക്യാപിറ്റൽ നേച്ചർ ആകാൻ പാടില്ല, റവന്യൂ നേച്ചർ ആവണം. പിന്നെ ചിലതിലൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ലാത്തതൊക്കെയാണ് റവന്യൂ നേച്ചർ ആവേണ്ടത്. പിന്നെ ഇറ്റ് ഷുഡ് ബി എക്സ്പെൻഡഡ് ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പർപ്പസ് ഓഫ് സച്ച് ബിസിനസ്സിനായിട്ടാവണം ഫുള്ളായിട്ട് ആ എക്സ്പെൻഡിച്ചർ വേണ്ടത്. പിന്നെ എന്താണ് ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ കൺസേൺഡ്, പ്രീവിയസ് ഇയറിലായിരിക്കണം, ബിസിനസ്സിനായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം, പേഴ്സണൽ ആവാൻ പാടില്ല, ക്യാപിറ്റൽ നേച്ചർ ആവാൻ പാടില്ല എന്നും കൂടി എഴുതി വെക്കുക. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലത് അലൗഡ് ആണെങ്കിൽ പോലും ജനറലി ക്യാപിറ്റൽ നേച്ചർ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷനും കൂടിയാണ് നോക്കാനുള്ളത്. പിന്നെ കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുണ്ട്. അത് നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിൽ നോക്കാം. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. അല്ലാണ്ട് അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ.